വില്യാപ്പള്ളി ബാങ്കിന്റെ കുട്ടോത്ത് ബ്രാഞ്ചിന്റെ ഇടപാടുകാരുടെ സംഗമം വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഒ പി രാജൻ സ്വാഗതവും ബാങ്ക് പ്രസിഡന്റ് കെ എം ബാബു അധ്യക്ഷതയും വഹിച്ചു. ബാങ്ക് സെക്രട്ടറി പി ഷീല റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ സർക്കിൾ ചെയർമാൻ ആയാടത്തിൽ രവീന്ദ്രൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ പി കെ ചന്ദ്രൻ, സി പി ബിജു, ശോഭ എം പി, രാഹുൽ, രാഖി, നീതു അപ്പോളോ, കുട്ടോത്ത് ബ്രാഞ്ച് മാനേജർ വി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഇത് ഈ പ്രസ്ഥാനം ഇവിടെ ശക്തിപ്പെടുന്നത് കേരളത്തിൽ മാത്രമല്ല ശക്തിപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അന്ന് രാജ്യം ക്ഷാമവും അതുപോലെ തന്നെ ബാണ്ഡവുമെല്ലാം രാജ്യത്തിന്റെ വല്ലാത്ത പ്രതിസന്ധിക്ക് കാരണമായപ്പോൾ അന്ന് ബഹുമാനായ നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ പ്രസ്ഥാനം രാജ്യമാകമാനം വ്യാപിപ്പിക്കാൻ ആവശ്യ പ്രവർത്തനം മുമ്പോട്ട് പോയി. അതിന്റെ ഒരു ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമാണ് കേരളം. ഈ സഹകരണ പ്രസ്ഥാനമില്ലാതെ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടമാകുമെന്ന് തർക്കമില്ല. കാരണം നമ്മളെല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരം കാണുന്ന ഒരു സംവിധാനമായി ഈ സഹകരണ പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. എന്നാൽ ചില ബാങ്കുകളുടെ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ള അപക്വമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനമാകെ മോശമാണെന്നും ഈ സഹകരണ പ്രസ്ഥാനം തകരാൻ പോവുകയാണെന്ന രൂപത്തിലുള്ള വലിയ വാർത്തകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വാർത്തകളെ കേൾക്കുമ്പോൾ ഇടപാടുകാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ചില ബാങ്കുകളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഈ നിക്ഷേപ തട്ടിപ്പിലൂടെ പോയിട്ടുള്ളത്. അതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കണം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇപ്പം നിലവിലുള്ളത്. ഒരു സർക്കാർ ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2.5 ലക്ഷം കോടിയാണ് നിങ്ങളുടെ നിക്ഷേപം ഈ സഹകരണ പ്രസ്ഥാനത്തിലുള്ളത്. അതിന്റെ ഗ്യാരണ്ടി ഈ ബാങ്ക് അല്ല, ആരാ? സർക്കാരാണ്. മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ സഹകരണ പ്രസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്ന ഓരോ രൂപക്കും സർക്കാരാണ് ഗ്യാരണ്ടി. അതുകൊണ്ട് തന്നെ ആരും എന്തൊക്കെ ശ്രമിച്ചാലും ഏത് ഉദ്യോഗസ്ഥൻ ഏത് ബാങ്കിൽ ചില പ്രവർത്തനം നടത്തിയാലും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2-3 ബാങ്കിലെ പേര് ഞാൻ